എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സുഭാഷിതം: ഉദ്യമം സാഹസം ധൈര്യം ബുദ്ധി ശക്തി പരാക്രമ ഷഡേതേ എത്ര വർത്തന്തേ തത്ര ദേവ സഹായകൃത്. പരിശ്രമം, അതുപോലെ സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമം, ഈ 6 കാര്യങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അവിടെ ഈശ്വരൻ സഹായഘടകമായിട്ട് ഉണ്ടാവും. ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ട് നമുക്ക് വേണ്ടതെല്ലാം വാരിക്കോരി നൽകുകയില്ല. മറിച്ച് നമ്മൾ സാധാരണ പറയാറില്ലേ, താൻ പാതി ദൈവം പാതി എന്നൊക്കെയാണ് പറയുക. ഐശ്വര്യമുണ്ടാക്കാനും അതുപോലെ അത് വർദ്ധിപ്പിക്കാനും സംരക്ഷിക്കാനുള്ള കഴിവുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അവ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്ന് സാരം. പൂർണ്ണ ആരോഗ്യമുള്ള ഹസ്തപാദാദികൾ, അതായത് കയ്യും കാലും, ആ കയ്യിനും കാലിനും നമ്മൾ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തുക എന്നാണ് സാരം. കൈക്കും കാലിനൊക്കെ അംഗഹീനം ഇല്ല എങ്കിൽ തന്നെ ഏറ്റവും പ്രയോജനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കൈക്കും കാലുകൾക്കും യാതൊരു അംഗഹീനവും ഇല്ലാത്ത ആൾക്കാർ പോലും ഇപ്പോൾ യാചിച്ച് ജീവിക്കുന്നതായിട്ട് കാണാം. നമുക്ക് ആരോഗ്യമുള്ള കൈകാലുകളൊക്കെ ഭാഗം തന്നു, അത് ഉപയോഗിച്ച് പരിശ്രമങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ബുദ്ധി തന്നു, അതുപോലെ വിദ്യ ഉരച്ച് മൂർച്ച കൂട്ടി ഉപയോഗിക്കണം. നമ്മളെപ്പോഴും സാഹസം എന്നാൽ ചാടി ഇറങ്ങുക എന്ന അർത്ഥത്തിലെടുക്കരുത്, മടിച്ചു നിൽക്കരുത് എന്നാണ് അതിന് നമ്മൾ അർത്ഥമാക്കേണ്ടത്. ഏത് കാര്യത്തോടും ഭയം തോന്നിയാൽ എവിടെ എത്തില്ല. പരാക്രമത്തിന് അവരുടെ മേലുള്ള കടന്നാക്രമണം എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറിച്ച് തൻ്റെ നേരെ ആവശ്യമില്ലാതെ വരുന്നതായ വിപത്തുകളെ നേരിടാനുള്ള മനോധൈര്യമാണ് ഈ പരാക്രമം എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബാഹ്യശത്രുക്കളെ ചിലപ്പോൾ പരാക്രമം കൊണ്ട് നേരിടേണ്ടി വന്നേക്കാം. വായു, കാറ്റ്, വെള്ളം, വെളിച്ചം, മഴ, ഇവയൊന്നും ഉണ്ടാക്കിയത് നമ്മളല്ല. അവിടെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക.